ഹലോ ഗൈസ്, ഇവിടെ ഭയങ്കര മഴയാണ്. മഴയത്ത് വൈകുന്നേരം ചായക്ക് കുറച്ച് നാടൻ പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു പഴംപൊരി ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പഴം എടുത്തു. പിന്നെ മാവ് തയ്യാറാക്കി. മാവൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ, സിമ്പിളല്ലേ. കുറച്ച് മൈദ മാവ് എടുത്ത് അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും പഞ്ചസാരയും ഏലക്കായൊക്കെ ഇട്ടിട്ട് മിക്സാക്കി വെച്ച്, എന്നിട്ട് അടുപ്പത്തേക്ക് എണ്ണ വെച്ചു. എണ്ണ വെച്ച് നന്നായിട്ട് തിളക്കുന്ന ടൈമിൽ സിമ്മിലിട്ടിട്ട് ഓരോന്നും മാവിൽ മുക്കി മുക്കി ഇട്ട് കൊടുത്തു. കുറച്ച് ദൂരം വന്നിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, മുഖത്തേക്ക് തെറിച്ച് പോകും. അത്ര എന്താ പറയാ. ഞാൻ അധികം പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എനിക്ക് എപ്പോഴും കൈ കൊള്ളും. ശ്രദ്ധിക്കാതെ എണ്ണ അങ്ങനെ തിളച്ച എണ്ണയിലേക്ക് ഇങ്ങനെ എണ്ണ എടുത്തിടുമ്പോൾ കൈക്കൊക്കെ തെറിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പേടിച്ച് ഇടാറ്. അപ്പോൾ കുറേ സ്പേസ് ഉണ്ട്, നമുക്ക് ആ പാത്രത്തിന് കണക്കായിട്ടൊരു 5-6 ഒന്നിച്ചിടാൻ പറ്റുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് വെച്ചാൽ ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കണ ഒരു ഇതുണ്ടാവും. അതുകൊണ്ട് നമുക്ക് തന്നെ പഴം ഉണ്ടെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. 2 സൈഡും നന്നായിട്ട് മറിച്ചിട്ടിട്ട് വേവിക്കണം. അധികം നല്ലോണം പഴുത്ത പഴമല്ല കേട്ടോ. പിന്നെ കുറച്ച് മാവ് ബാക്കിയുണ്ടായിരുന്നു, അതിനകത്ത് കുറച്ച് ഈത്തപ്പഴം കൂടി ഇട്ടിട്ട് ഈത്തപ്പഴം പൊരിയും കൂടി ഉണ്ടാക്കി. കാരണം എനിക്കെന്താ വെച്ചാൽ പഴംപൊരി അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. ഈത്തപ്പഴമാണെങ്കിൽ ഓക്കെ, കുരുവൊന്നും കളയാനുള്ള നേരമൊന്നുമില്ല, അതൊക്കെ തിന്നുമ്പം കളയാം എന്തായാലും. എന്നിട്ട് നമ്മൾ അതും കൂടി ആ മാവിലോട്ടിട്ടിട്ട് മിക്സാക്കി കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ കിട്ടി. എങ്ങനെയുണ്ട്? നടുക്ക് കാണുന്നത് നമ്മുടെ ഈത്തപ്പഴം പൊരി. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൊതി വിടല്ലേ.